മനസ്സ് ശുദ്ധമാണെങ്കിൽ ഏതു വയസ്സിലും എഴുതാമെന്ന് കഥാകാരൻ ടി പത്മനാഭൻ. പത്മനാഭൻ എഴുതിയ കരുവന്നൂർ എന്ന പുസ്തകം പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സ്പീക്കർ എൻ ഷംസീർ പുസ്തകം പ്രകാശനം ചെയ്തു. എം സ്വരാജ് പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തിന്റെ കുലപതി ടി പത്മനാഭൻ തന്റെ 96-ാം വയസ്സിൽ എഴുതിയ പുസ്തകമാണ് കരുവന്നൂർ. പുസ്തക പ്രകാശനം കോഴിക്കോട് നടന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. എം സ്വരാജ് പുസ്തകം ഏറ്റുവാങ്ങി. തന്നെ ഏറെ സ്വാധീനിച്ച കഥാകാരനാണ് ടി പത്മനാഭനെന്നും ഇണങ്ങിയും പിണങ്ങിയും കാൽനൂറ്റാണ്ടിന്റെ ബന്ധമാണെന്നും സ്പീക്കർ പറഞ്ഞു. എനിക്ക് ഏതാണ്ട് കാൽനൂറ്റാണ്ട് പപ്പോട്ടനുമായിട്ട് ബന്ധമുണ്ട്. ഇണങ്ങിയും പിണങ്ങിയത് ഞാനല്ല, പപ്പോട്ടനാണ്. അല്ലാണ്ട് പപ്പാട്ടനോട് പിണങ്ങാനുള്ള ഔന്നത്യമൊന്നും എനിക്കില്ല, വലിപ്പവും എനിക്കില്ല. പക്ഷേ പപ്പാട്ടൻ എന്നോട് പിണങ്ങി. പക്ഷേ പപ്പാട്ടനുമായി പിണങ്ങിയപ്പോഴും ഇണങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പപ്പാട്ടൻ ഇണങ്ങിയില്ല. പപ്പാട്ടൻ തന്നെ അവസാനം ഇണങ്ങിയതാണ്. ഒരു വാക്കിൽ വിശേഷിപ്പിക്കേണ്ടി വന്നാൽ സ്നേഹത്തിന്റെ കഥാകാരൻ എന്ന് ടി പത്മനാഭനെ വിളിക്കാമെന്ന് എം സ്വരാജ്. പുസ്തകത്തിലെ ദയ എന്ന കഥയെ അടിസ്ഥാനമാക്കി എം സ്വരാജ് വാചാലനായി. ടി പത്മനാഭനെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കേണ്ടി വന്നാൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ കഥാകാരനായതുകൊണ്ട് തന്നെയാവാം ഈ പ്രായത്തിലും വിസ്മയിപ്പിക്കുന്ന കഥകൾക്ക് ജന്മം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഈ 11 കഥകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കഥ ദയ എന്നാണ് കഥയുടെ പേര്. നേരത്തെ സ്നേഹമെന്ന് പറഞ്ഞതിൻ്റെ പര്യായപദമായി ഒരുപക്ഷെ ഭാഷാ പണ്ഡിതന്മാർ അംഗീകരിച്ചേക്കില്ലെങ്കിലും ദയ എന്ന വാക്കിനും സ്നേഹത്തിൻ്റെ ഒരു രൂപം, ഒരു ഭാവം. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഏതു വയസ്സിലും എഴുതാമെന്നായിരുന്നു ടി പത്മനാഭന്റെ മറുപടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു തീർക്കുന്നതാണ് തന്റെ ശൈലിയെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വക്രമല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴത് പറഞ്ഞു തീർക്കും. നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് ടി പത്മനാഭനെയും കേട്ടത്. കരുവന്നൂർ പുസ്തകത്തിന്റെ 2ാം പതിപ്പാണ് പുറത്തിറങ്ങിയത്. ചടങ്ങിൽ എം വി ശ്രേയാംസ്കുമാർ, പി കെ പാറക്കടവ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.